കർത്താവേ, നിന്റെ വിശുദ്ധ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ നാഥ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ അവയുടെയും സകല വ്യാധികളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. ആ 12 സ്ലീഹന്മാരുടെ നാമങ്ങൾ ഇവയാകുന്നു. അവരുടെ ഒന്നാമൻ കീപ്പ എന്ന് വിളിക്കപ്പെടുന്ന ശിമോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സെബദി പുത്രൻ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തുൽമായി, തോമ, ചുങ്കക്കാരൻ മത്തായി, ഹൽഫായി പുത്രൻ യാക്കോബ്, തദ്ദായി എന്നു മറുപേരുള്ള ലാബി, ശെമവോൻ ജ്ഞാനായോ, തന്നെ ഒറ്റുകൊടുത്തവനായ യഹൂദസ്കറിയോത്ത. ഈ 12 പേരെയും അയച്ചുകൊണ്ട് താൻ അവരോട് കൽപ്പിച്ചരുളി ചെയ്തു: പുറജാതികളുടെ വഴിയിൽ നിങ്ങൾ പോകരുത്, ശെമറായരുടെ നഗരത്തിൽ കടക്കുകയും അരുത്. ഇസ്രായേൽ ഭവനത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്ക് പ്രത്യേകമായി പോകണം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപമായിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. രോഗികളെ സുഖപ്പെടുത്തുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, പിശാചുക്കളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി നിങ്ങൾ കൊടുപ്പിൻ. നിങ്ങൾ പൊന്നും വെള്ളിയും സമ്പാദിക്കരുത്. നിങ്ങളുടെ മടിശീലകളിൽ നാണയങ്ങളും വഴിയാത്രയ്ക്കായി ഭാണ്ഡമോ 2 കുപ്പായമോ ചെരുപ്പുകളോ വടിയോ എടുക്കേണ്ട. എന്തെന്നാൽ വേലക്കാരൻ അവൻ്റെ ഭക്ഷണത്തിന് അർഹതയുള്ളവനത്രേ. നിങ്ങൾ പ്രവേശിക്കുന്ന നഗരത്തിലും ഗ്രാമത്തിലും യോഗ്യനായവൻ ആരെന്ന് ചോദിച്ചറിയണം. നിങ്ങൾ അവിടെ നിന്നും പുറപ്പെടുന്നതുവരെ അവിടെ തന്നെ ആയിരിക്കണം. ഭവനത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ഭവനത്തിന് സമാധാനം ചൊല്ലുവിൻ. ഭവനം അർഹതയുള്ളതെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേലുണ്ടാകും. അർഹതയുള്ളതല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോരും. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനങ്ങൾ കേൾക്കാതെയോ ഇരുന്നാൽ നിങ്ങൾ ആ ഭവനത്തിൽ നിന്നോ ഗ്രാമത്തിൽ നിന്നോ പുറപ്പെടുമ്പോൾ നിങ്ങളുടെ കാലുകളിൽ പറ്റിയ പൊടി കുടഞ്ഞു കളയുവിൻ. സോദോം അമോറ നഗരങ്ങൾക്ക് ആ നഗരത്തേക്കാൾ ന്യായവിധി ദിവസം ആശ്വാസമുണ്ടാകും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കണ്ടാലും ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ആകയാൽ നിങ്ങൾ പാമ്പുകളെപ്പോലെ ബുദ്ധിയും പ്രാവുകളെപ്പോലെ പരമാർത്ഥതയും ഉള്ളവരായിരിക്കണം. മനുഷ്യരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. എന്തെന്നാൽ വിധി നിലയങ്ങളിൽ അവർ നിങ്ങളെ ഏൽപ്പിക്കുകയും അവരുടെ സംഘാലയങ്ങളിൽ വെച്ച് നിങ്ങളെ ചമ്മട്ടി കൊണ്ടടിപ്പിക്കുകയും ചെയ്യും. നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ അവരുടെയും ജാതികളുടെയും സാക്ഷ്യത്തിനായി എന്നെ പ്രതി നിങ്ങളെ കൊണ്ടുപോകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട. പറയേണ്ടത് തൽക്ഷണം നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല പറയുന്നത്, പിന്നെയോ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് നിങ്ങളിലൂടെ സംസാരിക്കുന്നത്. സഹോദരൻ അവൻ്റെ സഹോദരനെയും പിതാവ് തൻ്റെ മകനെയും കൊലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പുത്രന്മാർ പിതാക്കന്മാർക്കെതിരായി എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമനിമിത്തമായി നിങ്ങൾ സർവരാലും ദോഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനോ ജീവിക്കും. ഈ നഗരത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിമാറുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേലി നഗരങ്ങളെല്ലാം സഞ്ചരിച്ചു തീർക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഒരു ശിഷ്യനും തൻ്റെ ഗുരുവിനേക്കാളോ ഒരു ദാസനും തൻ്റെ യജമാനനേക്കാളോ മേന്മയുള്ളവനല്ല. ശിഷ്യൻ ഗുരുസമനാകുന്നതും ദാസൻ യജമാന തുല്യനാകുന്നതും അവർക്ക് മതി. അവർ ഭവനനാഥനെ ബെൽസബൂ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ വീട്ടുകാരെ എത്ര അധികമായി വിളിക്കും. ആകയാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ വെളിപ്പെടാതെ മറഞ്ഞും അറിയപ്പെടാതെ നിഗൂഢമായും ഇരിക്കുന്നത് ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് ഇരുട്ടത്ത് പറയുന്നത് നിങ്ങൾ വെളിച്ചത്ത് പറഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെ ചെവികളിൽ കേൾക്കുന്നത് പുരമുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രസംഗിപ്പിൻ. ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ആത്മാവിനെ കൊല്ലുവാൻ അവർക്ക് കഴിവില്ലല്ലോ. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ ദഹിപ്പിപ്പാൻ കഴിവുള്ളവനെ പ്രത്യേകിച്ചും ഭയപ്പെടുവിൻ. ഒരു ആസോറിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് അറിയാതെയല്ല ഭൂമിയിൽ വീഴുന്നത്. നിങ്ങളുടെ തലമുടിയിഴ പോലും സർവവും എണ്ണപ്പെട്ടവയാണ്. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. വളരെയേറെ കുരുവികളെക്കാളും
നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവരല്ലോ. ആകയാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഉപേക്ഷിച്ചു പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും ഉപേക്ഷിച്ചു പറയും. ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വന്നത് സമാധാനം വരുത്തുവാനല്ല, പിന്നെയോ വാളിനെ അത്രേ. എന്തെന്നാൽ ഒരുവനെ അവൻ്റെ പിതാവിനെതിരായും പുത്രിയെ അവളുടെ മാതാവിനെതിരായും മരുമകളെ തൻ്റെ അമ്മാവിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നത്. മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ. എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോജിക്കുന്നവനല്ല. എന്നേക്കാൾ അധികമായി പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് കൊള്ളാകുന്നവനല്ല. തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവനാരും എനിക്ക് യോജിക്കുന്നവനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ നശിപ്പിക്കും. എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അതിനെ കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെയും സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ദീർഘദർശിയെ ദീർഘദർശി എന്ന നാമത്തിൽ സ്വീകരിക്കുന്നവന് ദീർഘദർശിയുടെ പ്രതിഫലം ലഭിക്കും. ഒരു പുണ്യവാനെ പുണ്യവാൻ എന്ന നിലയിൽ സ്വീകരിക്കുന്നവന് പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യന്റെ നാമത്തിൽ ഈ ചെറിയവരിൽ ഒരുവനൊരു പാത്രം പച്ചവെള്ളം കുടിപ്പാൻ കൊടുത്താൽ അവൻ്റെ പ്രതിഫലം നഷ്ടമാകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.